ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ തുമ്പി ചാനൽ വൺസ് അഗെയിൻ. ഞാനിപ്പോൾ കൊച്ചിയിൽ നിന്ന് അബുദാബിയിലേക്കുള്ള ഒരു യാത്രയിലാണ്. ഈ യാത്ര അബുദാബിയിലേക്കല്ല, ഞാൻ മനസ്സിൽ സ്വപ്നം കണ്ടിരുന്ന കുറെ രാജ്യങ്ങളിലേക്കുള്ള യാത്രയാണ്. കണക്ഷൻ ഫ്ലൈറ്റ് ആണ് അബുദാബിയിൽ നിന്ന്. ഞാൻ സ്വപ്നം കണ്ടിരുന്നത് എന്ന് പറയുന്നത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങളിലേക്കുള്ള യാത്രാ ചെലവ് വളരെ കൂടുതലാണ്. ഒരാൾക്ക് 2 ലക്ഷം തുടങ്ങി 3 ലക്ഷം രൂപ വരെ ചെലവ് വരുന്ന ഒരു യാത്രയായതുകൊണ്ട് സ്വന്തമായി തന്നെ യാത്രകൾ പ്ലാൻ ചെയ്യുന്ന ഞാൻ വെറും 1.5 ലക്ഷം രൂപയ്ക്കാണ് ഫ്ലൈറ്റ് അടക്കം എല്ലാ ചെലവടക്കം ഞാനിത് ഒരു സോളോ യാത്ര ചെയ്യുന്നത്. ഇത്തവണ ആരുമില്ല കൂടെ, ഫ്രണ്ട്സ് ഇല്ല, ഫാമിലി ഇല്ല. ഞാനങ്ങനെ അബുദാബി എയർപോർട്ടിലെ കാഴ്ചകളെ കണ്ട് നടക്കുകയാണ്. ഗുഡ് ഈവനിങ് ഗൈസ്. നമ്മൾ അടുത്തൊരു ട്രിപ്പ് തുടങ്ങേണ്ട കോപ്പൻഹേഗനിലേക്കാണ്. എത്തിഹാദ് എയർവേസ് അബുദാബി വഴിയുള്ള കണക്ഷനാണ്. ഒരു ജൂലൈ മാസത്തിലാണ് എൻ്റെ യാത്ര. യൂറോപ്പിലേക്ക് പോകുന്ന സഞ്ചാരികളെ വരവേൽക്കുന്ന രീതിയിൽ അബുദാബി എയർപോർട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു 7 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ ഡെൻമാർക്കിൻ്റെ മണ്ണിലേക്ക് ഇറങ്ങുകയാണ്. എയർപോർട്ടിൽ നിന്ന് ഒരു മെട്രോ സ്റ്റേഷൻ കയറി നേരെ സിറ്റി സെൻറ്ററിലേക്ക്. കോപ്പൻഹേഗനിലെത്തി മെട്രോ കയറിയിട്ട് സിറ്റി സെൻറ്ററിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 7 മണിയോടെയാണ് ഞാൻ ക്യൂപ്പൻഹേഗനിൽ എത്തിയത്. അതുകൊണ്ട് എനിക്ക് ചെക്ക് ഇൻ ചെയ്യാൻ ഒത്തിരി സമയമുണ്ട്. ഈ സമയം കൊണ്ട് സിറ്റി സെൻറ്ററിലെ കാഴ്ചകളൊന്ന് കണ്ടുവരാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ബസ്സിൽ കയറി. അങ്ങനെ സിറ്റി ഹാളിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. സിറ്റി ഹാളിനടുത്തുള്ള കനാലുകളാണ് ഈ കാണുന്നത്. ഈ കാഴ്ചകൾ കണ്ടാണ് എൻ്റെ കോപ്പൻഹേഗൻ യാത്ര ആരംഭിക്കുന്നത്. നല്ല മനോഹരമായ കനാലുകളാണ് കേട്ടോ. ഡെൻമാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കനാലുകളാണല്ലോ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതിൻ്റെ ഇരുവശത്തുമായിട്ട് ചെറുതും വലുതുമായുള്ള കഫേ ഷോപ്പുകളൊക്കെ ഉണ്ട്. ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ പതുക്കെ സിറ്റി ഹാളിൻ്റെ അടുത്തേക്ക് കടന്നു. യൂറോപ്പിൻ്റെ പഴമയും പുതുമയും ഒത്തുചേരുന്ന ഒരു സ്ഥലമാണ് ഈ സിറ്റി ഹാളിൻ്റെ പരിസരം. നിരവധി ബിൽഡിങ്ങുകൾ, പഴയ ബിൽഡിങ്ങുകളുണ്ട്, അതുപോലെ പുതിയ ബിൽഡിങ്ങുകളുണ്ട്. അതുപോലെ നിരവധി സ്റ്റാച്യൂസ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും ഫേമസ് ആണ് റൈനോസറസ് സ്റ്റാച്യു. നിങ്ങൾ ഈ കാണുന്നത് കണ്ടില്ലേ, നിരവധി തട്ടുകളായിട്ടുള്ള മരം കൊണ്ടുള്ള ഒരു നിർമ്മിതി. അതിൻ്റെ ഏറ്റവും മുകളിൽ ഒരു റൈനോൻ്റെ സ്റ്റാച്യു. അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഡ്രാഗൺ ഫൗണ്ടൻ. കാരണം ആ ഫൗണ്ടൻ്റെ ടോപ്പിലായിട്ട് ഡ്രാഗൻ്റെ സ്റ്റാച്യു ഉണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ കോപ്പൻഹേഗൻ സിറ്റി സെൻറ്ററിലേക്ക് വന്നേക്കുണ്ടോ. കോപ്പൻഹേഗന്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് സിറ്റി ഹാൾ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ആ ചുവന്ന ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ശൈലിയുണ്ടല്ലോ, അതാണ് നമ്മളുടെ മനസ്സിൽ ഇടന്നിടുന്നത്. ഒരു ഇറ്റാലിയൻ റിനൈൻസൻസ് ശൈലിയിലാണ് അത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഏകദേശം 1905 ഇത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തത്. ഇന്നും നഗരത്തിൻ്റെ ഭരണകാര്യങ്ങളുടെ പ്രധാന കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നത് ഈ സിറ്റി ഹാളാണ് കേട്ടോ. സിറ്റി ഹാളിന് മുന്നിലുള്ള വലിയ സ്ക്വയർ എപ്പോഴും ആളുകളെ കൊണ്ട് സജീവമാണ്. നാട്ടുകാരും വിനോദസഞ്ചാരികളൊക്കെ ഇവിടെ എത്തി വിശ്രമിക്കുകയും ഫോട്ടോ എടുക്കുന്നു. വർഷം മുഴുവൻ പൊതുപരിപാടികളും ആഘോഷങ്ങളും ഈ സ്ക്വയറിലാണ് നടക്കുന്നത്. നമുക്കിനി കോപ്പൻഹേഗന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു തെരുവിലോട്ട് പോയാലോ. സ്ട്രോഗേറ്റ് എന്നറിയപ്പെടുന്ന ലോക പ്രശസ്തമായ ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ് ഈ കാണുന്നത്. യൂറോപ്പിലെ തന്നെ ഏറ്റവും നീളമുള്ള ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റാണിത്. ഇവിടെ വാഹനങ്ങളൊന്നും വരാൻ പാടില്ല. ആളുകൾക്ക് സ്വതന്ത്രമായിട്ട് നടക്കാനും ഷോപ്പിംഗ് നടത്താനും കഴിയുന്ന ഒരു മനോഹരമായ സ്ട്രീറ്റാണ്. ലോകത്തിലെ പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഷോറൂമുകൾ ഇതിൻ്റെ 2 സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഇവിടെയുള്ള സൊവനീഴ്സ് കടകളാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട മാഗ്നറ്റുകളൊക്കെ വിൽക്കുന്ന കടകൾ ഇവിടെയുണ്ട്. അങ്ങനെ നടക്കുമ്പോൾ ഒരു ഡാനിഷ് ഡിഫൻസ് സേനയുടെ ഒരു മാർച്ച് പരേഡ് വരുന്നത് കണ്ടു. അത് കണ്ടു നിൽക്കാൻ നല്ല രസമായിരുന്നു. അങ്ങനെ ഞാൻ സ്ക്വയറിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീണ്ടും മുന്നോട്ട് നടന്നു. ഒറ്റയ്ക്കുള്ള യാത്രയാണല്ലോ, അതും ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. ആദ്യമായിട്ടാണ് സോളോ ട്രിപ്പ്. ഗംഭീര അനുഭവം തന്നെയാണല്ലോ. ഇപ്പോൾ ഒരു ഗാർഡന്റെ മുന്നിലാണ് എത്തിയിരിക്കുന്നത്. നല്ല പൂക്കളൊക്കെ വിടർന്ന് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അതാ ഒരു കാക്ക. ഇവിടെ ഉണ്ടല്ലോ ഇപ്പോൾ കാക്ക. എന്നാലും ഗംഭീര കോപ്പൻഹേഗനിലെ കാക്കയാണല്ലോ, ഒരു ഗമയൊക്കെ ഉണ്ട്. അങ്ങനെ വീണ്ടും നടന്ന് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കോപ്പൻഹേഗനിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥലമാണിത്. നൈഹാവൻ എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ഡെൻമാർക്കിന്റെ പോസ്റ്റ് കാർഡുകളിലും ട്രാവൽ ബ്രോഷറിലൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ട്. അപ്പൊ അന്ന് തുടങ്ങി മനസ്സിൽ കയറിയതാണ് ഈ ഒരു സ്ഥലത്ത് വന്നു എന്നുള്ളത്. അത് നേരിൽ കണ്ടപ്പോൾ ആഹാ, എന്തൊരു അത്ഭുതം. ആദ്യം തന്നെ കണ്ണിൽ പതിക്കുന്നത് ഈ കണ്ടില്ലേ, മനോഹരമായ നിറങ്ങളുള്ള ഈ കെട്ടിടങ്ങളാണ്. മഞ്ഞയും ചുവപ്പും നീലയും പച്ചയും ഓറഞ്ചും. അതിങ്ങനെ ഇടവിട്ട് ഓരോ ബിൽഡിങ്ങിനും ഓരോ കളറാണത്. ഇത് പുതുതായിട്ട് പെയിന്റ് ചെയ്തേക്കണല്ല. ഇവയിൽ പലതും 17-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലും നിർമ്മിക്കപ്പെട്ടതാണ്. 100 കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും നോക്കിയേ, ഇപ്പോഴും വളരെ മനോഹരമായിട്ടല്ലേ സൂക്ഷിച്ചിരിക്കുന്നത്.
പഴയ യൂറോപ്പിന്റെ ഭംഗി അതേപടി നിലനിർത്തിയിരിക്കുന്ന ഒരു സ്ഥലമാണ് നൈഹാവൻ. അതുകൊണ്ട് കോപ്പൻഹേഗൻ സന്ദർശിക്കുകയാണെങ്കിൽ ഈ നൈഹാവൻ എന്നുള്ള സ്ഥലത്തേക്ക് തീർച്ചയായിട്ടും വരണേ. അപ്പോൾ നമുക്ക് കോപ്പൻഹേഗനിൽ ഒരു കിടില സ്ഥലം ഒന്ന് കണ്ടാലോ. ന്യൂഹാൻ എന്നാണ് ഇതിൻ്റെ പേര്. സിറ്റി എന്നൊക്കെ കുറച്ച് മാറിയിട്ട് നോക്കിയേ, കളർഫുൾ വീടുകളുടെ ഒരു കൂട്ടം തന്നെയാണ്. നൈഹാവൻ എന്ന വാക്കിന്റെ അർത്ഥം പുതിയ തുറമുഖം എന്നാണ്. അപ്പോൾ ഈ തുറമുഖത്തിന് വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെയുള്ള കനാലുകൾ നിർമ്മിച്ചത്. ഇപ്പോൾ ആ കനാലിലേക്ക് ഒന്ന് നോക്കൂ. വെള്ളത്തിലൂടെ പതുക്കി ഒഴുകുന്ന ബോട്ടുകളും അതുപോലെ ഇരുവശങ്ങളുള്ള ആ വർണ്ണാഭമായ കെട്ടിടങ്ങൾ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ പ്രതിബിംബമൊക്കെ ശരിക്കും ആ കനാലിൽ കാണാം. ഒരു സിനിമാരംഗം കാണുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം ഇവിടെയുള്ള മരക്കപ്പലുകളാണ്. അതുപോലെ ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ ഇവിടെ നങ്കൂരം ഇട്ടിട്ടുണ്ട്. ഡിഫൻസിന്റെ കപ്പലുകളൊക്കെയാണ് ഇവിടെ ഈ കാണുന്നത്. ഈ ചരിത്രപ്രസിദ്ധമായ കപ്പലുകളിൽ പലതും 100 വർഷത്തിലധികം പഴക്കമുള്ളതാണ്. ചിലത് ഇന്നും പ്രവർത്തനക്ഷമമാണ്. ഇവയെല്ലാം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് ഒരു ഓപ്പൺ എയർ മ്യൂസിയം പോലെ വിനോദസഞ്ചാരികൾക്ക് കാണുന്നതിന് വേണ്ടിയാണ്. ഈ മനോഹരമായ കനാലിന്റെ ഇരുവശങ്ങളിലുമായിട്ട് നിരവധി റെസ്റ്റോറൻറ്റുകളും അതുപോലെ കഫേകളൊക്കെ ഉണ്ട്. ആളുകളൊക്കെ ഇങ്ങനെ വെറുതെ നടക്കുകയാണ്, ബോട്ടിൽ സവാരി ചെയ്യുന്നു, അതുപോലെ സൂര്യപ്രകാശം ആസ്വദിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു 3 മാസമാണല്ലോ ഇവർക്ക് സമ്മർ ടൈം. സത്യത്തിൽ കോപ്പൻഹേഗൻ ഒരു മനോഹരമായ സിറ്റിയാണ്. അതിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഈ നൈഹാവൻ. ഇവിടെ ചരിത്രമുണ്ട്, മനോഹരമായ വാസ്തുവിദ്യയുണ്ട്, കിടിലൻ സ്ഥലം തന്നെ. നൈഹാവനിലെ കളർഫുൾ ആയിട്ടുള്ള കാഴ്ചകളെ കണ്ടിട്ട് ഞാൻ ഇനി സിറ്റി സെന്ററിലെ അടുത്ത ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ മുന്നോട്ട് നടന്നപ്പോഴാണ് ഒരു വലിയ സ്ക്വയറിന്റെ മുന്നിലാണ് എത്തിയത്. ഈ സ്ക്വയറിന്റെ പേരാണ് കോങ്കൻസ് നിറ്റോർ. വളരെ ചരിത്രപ്രസിദ്ധമായതും അതുപോലെ തന്നെ പഴക്കം ചെന്നതുമായ ഒരു വലിയൊരു സ്ക്വയറാണ് ഇത്. ഈ സ്ക്വയറിന്റെ മുന്നിൽ തന്നെ നല്ല വൃത്തിയുള്ള കല്ലുകളൊക്കെ പാകി ടൈൽസ് ഒക്കെ വിരിച്ച നിരവധി തെരുവുകളുണ്ട്. അതുപോലെ 4 വശത്തായിട്ടും പഴയതും പുതിയതുമായിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ കാണാൻ പറ്റും. പ്രധാനമായിട്ടും റോളക്സിന്റെ ഒക്കെ ബിൽഡിംഗ് ഇവിടെയുണ്ട്. അതുപോലെ തന്നെ തുറസായ സ്ഥലങ്ങളിൽ ഇങ്ങനെ കഫേ ഷോപ്പുകൾ കാണാം. അവിടെ ഇരുന്ന് ആൾക്കാർ ചായ കുടിക്കുന്നുണ്ട്. നിരവധി ആളുകളാണ് സൈക്കിളിൽ സഞ്ചരിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നഗരത്തിന്റെ അത്ര വലിയ ഒച്ചപ്പാടൊന്നുമില്ല. സൈക്കിളിന്റെ ഒരു ബെല്ലടി മാത്രമാണ്. അതുപോലെ കഫേ ഷോപ്പുകളിൽ നിന്ന് ആളുകൾ സംസാരിക്കുന്ന ശബ്ദവും ഇത് മാത്രമേ ഇവിടെ നമുക്ക് കേൾക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വരാൻ കാരണം ഈ സ്ക്വയറിന്റെ അടുത്താണ് പല ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സുകൾ നിർത്തുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് നഗരത്തിന്റെ പല പല അട്രാക്ഷൻസിലോട്ടൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. ഒരു 25 യൂറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും അറിയാലോ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഏതു രാജ്യത്തായാലും നഗരക്കാഴ്ചകൾ കാണാനായിട്ട് ഇങ്ങനെയുള്ള ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് യാത്ര വളരെ സൗകര്യപ്രദമാണ്. സിറ്റിയുടെ എല്ലാ അട്രാക്ഷൻസിന്റെ മുന്നിലൂടെയും ഈ ബസ്സുകൾ സഞ്ചരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് ഇറങ്ങാം, അവിടെ നിന്ന് അടുത്ത പോയിന്റിലോട്ട് നമുക്ക് കയറുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കോപ്പൻഹേഗനിൽ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്സിൽ കയറിയത് മുതൽ തന്നെ സിറ്റി കാണുന്നത് വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നി. ബസ് നഗരത്തിന്റെ മനോഹരമായ തെരുവുകളിലൂടെ പതുക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇരുവശത്തും പഴയ കെട്ടിടങ്ങളും ചെറിയ കഫേകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ കുറേ ദൂരം ചെല്ലുമ്പോൾ ഒരു നദിക്കരയിലൂടെയുള്ള റോഡിന്റെ ഭാഗത്തൂടെയാണ് പോകുന്നത്. ഇവിടെ നിരവധി ഷിപ്പുകളൊക്കെ നങ്കൂരമിട്ടിട്ടുണ്ട്. ലിറ്റിൽ മെർമെയ്ഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ബോട്ടിലിരുന്ന് കണ്ടില്ലേ, ആ കാഴ്ചയൊക്കെ ഇവിടെയുണ്ട്. ആ റിവറിനോട് ചേർന്നിട്ടുള്ള റോഡിലൂടെ ബസ് അങ്ങനെ പതുക്കെ മുന്നോട്ട് പോവുകയാണ്. ചെറിയ ബോട്ടുകളും യാട്ടുകളൊക്കെ അടുക്കുന്ന പീറുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ റിവറിലൂടെയാണ് നമ്മൾ നേരത്തെ ഒരു ബോട്ട് റൈഡ് ചെയ്തത്. ആ സമയത്ത് നമ്മൾ അകലെ കാണുന്ന ഓപ്പറ ഹൗസ്, മാർബിൾ ഹൗസ് ഒക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അതായത് കോപ്പൻഹേഗന്റെ കാഴ്ചകൾ കാണാനായിട്ട് നമുക്ക് ഈ 2 രീതി ഉപയോഗിക്കാം. ഒന്നുകിൽ ബോട്ട്, അല്ലെങ്കിൽ ഇതുപോലെ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ചെറിയ പാർക്കിന്റെ ഒക്കെ സൈഡിലൂടെ ഈ ബസ് പോവുകയാണ്. ഇവിടെ നിരവധി ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. പല സ്റ്റാച്യൂസ് ഒക്കെ കാണാൻ വേണ്ടി സഞ്ചാരികൾ ഇറങ്ങിയതായിരിക്കാം. ഇപ്പൊ ബസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ക്രൂസ് ഷിപ്പൊക്കെ ഡോക്ക് ചെയ്യുമല്ലോ, അതിന്റെ ഒരു സ്റ്റേഷന്റെ അടുത്തേ കൂടിയാണ് പോകുന്നത്. നിരവധി വിനോദസഞ്ചാരികളുമായിട്ട് വരുന്ന കപ്പലുകളൊക്കെ ഇവിടെയാണ് നങ്കൂരമിടുന്നത്. അകലെ കാണുന്ന ഒരു ബിൽഡിംഗ് കണ്ടില്ലേ, അതാണ് ടിപ്പ് ഓഫ് നോഡോ എന്ന് പറയുന്നത്. അങ്ങനെ പല തെരുവുകളൊക്കെ പിന്നിട്ടിട്ട് വേറൊരു റോഡിലോട്ട് ബസ് കയറി.
ഈ റോഡ് എന്ന് പറയുന്നത് നല്ല കോപ്പൻഹേഗൻ്റെ അല്ലെങ്കിൽ ഡെൻമാർക്കിൻ്റെ തനത് ശൈലിയിലുള്ള വീടുകളൊക്കെ ഉള്ള സൈഡിലുള്ള ഒരു റോഡാണ് ഇത്. നല്ല ഭംഗിയുള്ള മഞ്ഞ പെയിൻ്റൊക്കെ അടിച്ച നല്ല രസമുണ്ട് ആ വീടുകളൊക്കെ കാണാനായിട്ട്. കാണുന്നില്ലേ? ആ റോഡുകളൊക്കെ പിന്നിട്ട് വീണ്ടും ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഏരിയയിലോട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ടൈലുകളൊക്കെ ഇട്ട ചില റോഡുകളാണ്. ആ റോഡുകളിലൂടെ കടന്ന് പല പല ഓഫീസുകളൊക്കെ ആ റോഡ് സൈഡിലൊക്കെ കാണാൻ പറ്റും. അങ്ങനെ അതെല്ലാം കടന്ന് നമ്മൾ വീണ്ടും ആദ്യം വന്നൊരു സ്ക്വയറിൻ്റെ മുന്നിലേക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ബസ് ഇപ്പോൾ സിറ്റി ഹാളിൻ്റെ അടുത്തുള്ള ആ ഒരു സ്ട്രീറ്റിലോട്ട് കയറിയിരിക്കുകയാണ്. ഇവിടെയാണ് ഞാൻ താമസിക്കുന്ന ഹോട്ടലൊക്കെ ഉള്ളത്. ഈ സമയമായപ്പോഴേക്കും ബസ് ഏകദേശം ഒരു റൗണ്ട് പൂർത്തിയായിട്ടുണ്ടാവും. അപ്പർ ഡെക്കിൽ നിന്ന് ആളുകളൊക്കെ ഇറങ്ങി തുടങ്ങി. അധികം ആളുകളൊന്നുമില്ല ഇപ്പോൾ. വീണ്ടും ആ വെസ്റ്റേൺ ബ്രിഗേഡ് എന്ന് പറയുന്ന റോഡിലൂടെ പോവുകയാണ്. കോപ്പൻഹേഗൻ സിറ്റിയിലെ പ്രധാനപ്പെട്ട അട്രാക്ഷൻസ് എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ ബസ് വന്നു നിൽക്കുന്നത് വേറൊരു തെരുവിലാണ്. ടിവോളി ഗാർഡൻസിന്റെ തൊട്ടെതിർവശത്തുള്ള ഒരു റോഡാണിത്. ഇവിടെ തന്നെയാണ് കോപ്പൻഹേഗൻ സെൻട്രൽ സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ ഇവിടെയാണ് എൻ്റെ ഹോട്ടലും. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഹോട്ടലിലേക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. ഞാൻ നേരെ സെൻട്രൽ സ്റ്റേഷനിലേക്ക് ഇറങ്ങി. കോപ്പൻഹാവൻ എച്ച് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ആ സ്റ്റേഷനിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഈ സ്റ്റേഷനിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ബിൽഡിംഗ് കാണാൻ പറ്റും. ആ ബിൽഡിംഗ് ആണ് റൗണ്ട് ടവർ എന്നറിയപ്പെടുന്നത്. ഇത് കോപ്പൻഹേഗൻ സിറ്റിയിലെ ഒരു ഐക്കോണിക് ലാൻഡ്മാർക്കാണ്. ഇതൊരു ഒബ്സർവേറ്ററി ആയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും മുന്നോട്ട് നടന്ന് സിറ്റിയുടെ മറ്റൊരു ഭാഗത്തെത്തി. അവിടെ എത്തിയപ്പോൾ നല്ലൊരു സംഗീതം കേട്ടു. അപ്പോൾ സംഗീതത്തോട് കുറച്ച് താല്പര്യമുള്ളതുകൊണ്ട് അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അങ്ങനെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ആളുകൾ ഇങ്ങനെ വട്ടത്തിൽ ഒരു വലിയ പ്ലാറ്റ്ഫോം ഉണ്ടോ, സർക്കിൾ ഷേപ്പിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ ചുറ്റും ഇങ്ങനെ ആൾക്കാർ നിൽപ്പുണ്ട്. കപ്പിൾസാണ് കൂടുതലും. അവിടെ ഒരു ലൈവ് മ്യൂസിക് നടക്കുന്നുണ്ട്. ആ മ്യൂസിക്കിനനുസരിച്ചിട്ട് ഇവർ ഡാൻസ് ചെയ്യണം. അപ്പോൾ ഇവർ പ്രൊഫഷണൽ ഡാൻസേഴ്സ് ഒന്നുമല്ല, ഇവിടെ വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നവരായിരിക്കാം. അതിന് ഏതോ ഒരു ഇൻസ്ട്രക്ടറൊക്കെ ഉണ്ട്. ആ ഇൻസ്ട്രക്ടർ പറഞ്ഞു കൊടുക്കുന്ന പോലെ സ്റ്റെപ്പ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയാണത്. അവരാരും ഇതുവരെ ചിലപ്പോൾ കാണാത്ത ആൾക്കാരായിരിക്കാം. ഇവിടെ വന്ന് ജസ്റ്റ് കണ്ട് ആ പ്ലാറ്റ്ഫോമിൽ കയറി എങ്ങനെയാണ് ആ സ്റ്റെപ്പ് പഠിപ്പിക്കുന്നത്, എന്തെങ്കിലും ചാരിറ്റി പ്രോഗ്രാം ആണോ അല്ലെങ്കിൽ എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും കാണാൻ നല്ല രസമായിരുന്നു. ഓരോ സ്റ്റെപ്പെല്ലാം പറഞ്ഞു കൊടുത്ത് അവസാനം എല്ലാവർക്കും സ്റ്റെപ്പൊക്കെ മനസ്സിലായി. One more time, basic. Still. So you see, Follow I up. love you so much. Still. Watching. ഈ പ്ലാറ്റ്ഫോമിൽ സ്ഥലം കിട്ടാത്തവർ എന്ത് ചെയ്യുന്നു? എന്തായാലും അവിടെ മ്യൂസിക് നടക്കല്ലേ, നേരെ അവർ റോട്ടിൽ നിന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട്. എനിക്കും ഡാൻസ് ചെയ്യണമെന്നൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, ഇതൊരു കപ്പിൾ ഡാൻസ് ആണല്ലോ. എൻ്റെ കൂടെ ആരുമില്ല ഡാൻസ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ആ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ അങ്ങനെ നടന്നു. Let's rotate. നടന്നും അതുപോലെ ബസ്സിലിരുന്നും സിറ്റിയുടെ നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ട ശേഷം ഞാൻ ഇനി നെഹാവിൻ സിറ്റിയിൽ നിന്ന് ഒരു ബോട്ട് യാത്ര ചെയ്യാൻ പോയാട്ടോ. കോപ്പൻഹേഗനിലെ പ്രശസ്തമായ തുറമുഖത്ത് നിന്നാണ് നമ്മളീ പോകുന്നത്. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ തുറമുഖം ഒരു കാലത്ത് വ്യാപാര കപ്പലുകളുടെ പ്രധാന കേന്ദ്രമായിരുന്നു. ഇന്ന് നിറയെ ഇപ്പോൾ കാണുന്ന പോലെ ഇരുവശവും വർണ്ണശബളമായ പഴയ കെട്ടിടങ്ങളും അതുപോലെ മനോഹരമായ കഫേകളും റെസ്റ്റോറൻറ്റുകളൊക്കെ നിറഞ്ഞ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയിരിക്കുകയാണിത്. പ്രശസ്ത കഥാകൃത്ത് ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സൺ ഇവിടെ വർഷങ്ങളോളം താമസിച്ചിരുന്നു. ബോട്ട് പതുക്കെ മുന്നോട്ട് നീങ്ങുമ്പോൾ കോപ്പൻഹേഗന്റെ ചരിത്രവും ആധുനികതയും ഒരുമിച്ച് കാണാൻ കഴിയും പറ്റും. ഏകദേശം 850 വർഷം പഴക്കമുള്ള ഈ നഗരം ആദ്യം ഒരു ചെറിയ മത്സ്യബന്ധന ഗ്രാമമായിരുന്നു. പിന്നീട് വൈക്കിംഗ് കാലഘട്ടത്തിൽ വലിയ വ്യാപാര കേന്ദ്രമായിട്ടാണ് ഇത് വളർന്നത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള നഗരങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. അതുപോലെ സൈക്കിൾ സംസ്കാരത്തിനും പരിസ്ഥിതി സൗഹൃദ ജീവിതശൈലിക്കും വളരെ പ്രശസ്തമായ ഒരു സിറ്റിയാണിത്. വേലിയേറ്റ വേലിയിറക്ക സമയത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ കനാലിലൂടെയുള്ള ബോട്ട് യാത്ര അനുവദിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പാലം കണ്ടില്ല, അതിൻ്റെ അടിയിലൂടെ നമുക്ക് വേലിയേറ്റ സമയത്ത് പോകാൻ പറ്റില്ല.
അങ്ങനെ ആ കനാലിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വലിയ നദിയിലോട്ടാണ് ചെല്ലുന്നത്. ഈ നദിയുടെ ഇരുകരകളുമായിട്ട് പല സ്റ്റൈലിലുള്ള ബിൽഡിങ്ങുകൾ കാണാൻ പറ്റും. ദാ ഇപ്പോൾ കാണുന്നത് ഒരു പെന്റഗൺ ഷേപ്പിലുള്ള ഒരു റെസിഡൻഷ്യൽ കോംപ്ലക്സ് ആണ്. നമ്മളിങ്ങനെ ഒരു ബോട്ട് ട്രിപ്പ് ചെയ്യുകയാണെങ്കിൽ നഗരത്തിന്റെ പ്രധാനപ്പെട്ട അട്രാക്ഷൻസ് ഒക്കെ എളുപ്പത്തിൽ കാണാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ഉപദേശം തരാം. വലിയ വലിയ രാജ്യങ്ങളുടെ പട്ടണങ്ങൾ സന്ദർശിക്കുമ്പോൾ എപ്പോഴും ബോട്ട് ട്രിപ്പ് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ നമ്മളുടെ ഇടതുവശത്ത് കാണുന്നത് പാപ്പിറോയിൽ എന്ന ഒരു ഐലൻഡാണ്. പേപ്പർ ഐലൻഡ് എന്നാണ് ഇത് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത്. ശരിക്കും ഒരു പേപ്പർ സംഭരണ കേന്ദ്രമായിരുന്നു ഇത്. പിന്നീട് ആധുനിക റെസിഡൻഷ്യൽ ഏരിയയും മനോഹരമായ വാട്ടർ ഫ്രണ്ട് സ്പേസുമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. തൊട്ടടുത്തായി കാണുന്നത് അതിമനോഹരമായ കോപ്പൻഹേഗൻ ഒപ്പറ ഹൗസ് ആണ് കേട്ടോ. ആധുനിക ഡിസൈനിൽ നിർമ്മിച്ച ഈ കെട്ടിടം ഡെൻമാർക്കിന്റെ പ്രധാന സാംസ്കാരിക കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അങ്ങനെ അല്പം കൂടി മുന്നോട്ട് പോകുമ്പോൾ ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ കാണാനെത്തുന്ന ലിറ്റിൽ മെർമെയ്ഡ് പ്രതിമ കാണുന്നുണ്ട്. ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സിന്റെ പ്രശസ്തമായ കഥയെ ആസ്പദമാക്കി നിർമ്മിച്ച ഏറ്റവും ചെറിയ പ്രതിമയാണ് കോപ്പൻഹേഗന്റെ ഏറ്റവും മഹത്തായ പ്രതീകങ്ങളിൽ ഒന്ന്. അങ്ങനെ യാത്ര അവസാനിക്കാറാവുമ്പോൾ അമാലിയൻ ബോർ കൊട്ടാരം, അതുപോലെ മാർബിൾ ചർച്ച്, ക്രിസ്ത്യൻ ഹാവിൻ്റെ മനോഹരമായ കനാലുകൾ, പഴയ കപ്പലുകൾ, സൈക്കിൾ യാത്രക്കാർക്കും കാൽനടക്കാർക്കും മാത്രം പോകാൻ കഴിയുന്ന പാലങ്ങൾ, ഇതൊക്കെ കണ്ടുകൊണ്ടാണ് കേട്ടോ നമ്മൾ സഞ്ചരിക്കുന്നത്. ഓരോ കാഴ്ചയും കോപ്പൻഹേഗന്റെ ചരിത്രവും ആധുനിക ജീവിത ശൈലിയും എത്ര മനോഹരമായി ഒത്തുചേരുന്നു എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ നീളുന്ന ഈ ബോട്ട് ട്രിപ്പ് അവസാനിക്കാറായി. നഗരത്തിന്റെ പ്രധാന ആകർഷണങ്ങൾ എല്ലാം ഒരു ബോട്ട് ട്രിപ്പിലൂടെ ആസ്വദിച്ച സന്തോഷം നമ്മുടെ മനസ്സിൽ നിറയും. കോപ്പൻഹേഗനെ ശരിക്കും മനസ്സിലാക്കാൻ ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്നാണ് ഹൈവാനിൽ നിന്ന് തുടങ്ങുന്ന ഈ കനാൽ ബോട്ട് യാത്ര. ഈ ബോട്ട് യാത്രയോടെ എൻ്റെ കോപ്പൻഹേഗനിലെ 1ാം ദിവസം അവസാനിക്കുകയാണ്. നാളെ അടുത്ത കാഴ്ചകളുമായിട്ട് വരാം. ബൈ.